സിനിമ എന്ന് പറയുന്ന ഈ മാധ്യമം ലോകത്തിലെ സകല മനുഷ്യരുടെയും മനസ്സിനകത്ത് ഒരു വിപ്ലവം സൃഷ്ടിച്ച ഒരു മാധ്യമമായത്. സിനിമയുടെ വരവോടുകൂടി ലോകത്തെ നമുക്ക് ഒരുമിച്ച് കാണാനുള്ളൊരു സന്ദർഭമുണ്ടായി. ഇപ്പോൾ ഇൻ്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ നടക്കുക. ഈ ഫെസ്റ്റിവലിൽ ഞങ്ങൾ വരുന്നതിൻ്റെ അർത്ഥം എന്താ? ലോക സിനിമയുടെ വാതായനമാണിത്. ലോകത്തിലെ ഏത് രാജ്യത്തിലെ സിനിമ കാണുമ്പോൾ ആ രാജ്യത്തിലെ സംസ്കാരം സിനിമയുടെ ഭാഗമായി എവിടെയെങ്കിലും കാണും. അതുകൊണ്ടാണ് സിനിമ. ആ സിനിമയെക്കുറിച്ച് പൊതുവിലുള്ള ബോധത്തിൽ നിന്ന് വ്യത്യസ്തമായി സിനിമയെയും തങ്ങളുടെ മനസ്സിനകത്തുള്ള ചിന്താഗതിയുടെ ഒരു ഭാഗമാക്കി മാറ്റാൻ ശ്രമിക്കുന്നു. അതിൻ്റെ ഫലമാണ് നമ്മളെ ഇവിടെ കാണുന്നില്ലേ നിങ്ങളിപ്പം കേന്ദ്ര ഗവൺമെൻറ് സിനിമയോട് കാണിക്കുന്ന ആ മനോഭാവം എന്താ? ആ മനോഭാവം നമ്മുടെ രാജ്യത്തിലെ സംസ്കാരത്തോട് കാണിക്കുന്ന ഏറ്റവും മോശമായൊരു സമീപനമാണ്. അതിനെ നമ്മൾ അങ്ങനെ രാഷ്ട്രീയമായി കാണണം. ഒരു സംസ്കാരമാണ്. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ ഭാഗതയെ നിർണയിച്ച ഒരു കലാമാധ്യമത്തെ നമ്മുടെ നാട്ടിൽ നിന്ന് പറിച്ചെറിയാൻ വേണ്ടി എന്താ വഴിയെന്ന് അവരാലോചിക്കുന്നു. ആദ്യം ഇവിടെ മാത്രമല്ല, ഫാസിസ്റ്റ് ചിന്ത വളർത്തിക്കൊണ്ടുവരുന്ന ആളുകളെല്ലാം ചെയ്യുന്നതാണ്. ഫാസിസമാണ് ലോകത്തെ ഏറ്റവും വലിയ അപകടം ഉണ്ടായത്. ആ ഫാസിസത്തിൻ്റെ രീതിയിലേക്ക് ഇന്ത്യൻ ഭരണാധികാരികൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നു. അതിനെ നോക്കിയിരിക്കാൻ നമുക്ക് പറ്റില്ല. പുരോഗമന ചിന്ത എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു പുതിയ മാനവികതയെ വളർത്തിയെടുക്കാനുള്ള ചിന്തയാണ്. ആ ചിന്തയെ നമ്മുടെ നാട്ടിൽ നിന്ന് തകർക്കാൻ വേണ്ടി ശ്രമിക്കുക സ്വാഭാവികമാണ്. കാരണം എന്താ? അവരെ മനസ്സിനകത്ത് ഫാസിസ്റ്റ് ഫിലോസഫിയാണ് വളർന്നു വരുന്നത്. ആ ഫിലോസഫിയാണ് ചരിത്രത്തെ അവഗണിക്കുക, ചരിത്രത്തെ തെറ്റായി ചിത്രീകരിക്കുക, ചരിത്രത്തിന് ദുർവ്യാഖ്യാനങ്ങൾ കൊടുക്കുക. അങ്ങനെ നമ്മുടെ സംസ്കാരത്തെയും ചരിത്രത്തെയും നമ്മുടെ ജീവിതത്തെയുമെല്ലാം മാറ്റിമറിച്ച് അവരുദ്ദേശിക്കുന്ന രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിക്കുക. അപ്പോൾ അതിൻ്റെ ഭാഗമാണ് ഈ നിരോധനത്തിനുള്ള ഈ തീരുമാനമെന്നാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. അതിനെ ഈ നാട്ടിലെ എല്ലാ ജനങ്ങളും എതിർക്കും. കാരണം നമ്മൾ കേരളം എന്ന് പറയുന്നത് മാനവ സംസ്കാരത്തിനൊരു പുതിയ വെളിച്ചം കൊടുത്ത നാടാണ് ഈ കേരളം. നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ കാലം മുതൽ മനുഷ്യ മനസ്സിൽ പുതിയ അനുഭൂതികൾ വളർത്തിയെടുക്കാൻ അത്രമാത്രം പ്രവർത്തിച്ചൊരു നാടായത്. കവികൾ, കലാകാരന്മാർ, എഴുത്തുകാർ, നമ്മുടെ ഫിലിം തന്നെ, സിനിമ തന്നെ. അങ്ങനെയുള്ളൊരു നാട്ടിൽ ഉള്ള ആളുകൾ ഈ ഫിലിം ഫെസ്റ്റിവൽ നടക്കുമ്പോൾ എല്ലാവരെയും മനസ്സിലെന്താ? ഇതുപോലെ തെറ്റായ പ്രവർത്തനങ്ങൾ നടത്തുന്നവരാരായിരുന്നാലും അവരെ നമുക്കൊരിക്കലും നമ്മൾക്ക് അടുപ്പിക്കാൻ കഴിയുന്ന ആളുകളല്ല. അവർ നമുക്കൊരിക്കലും അടുക്കാൻ പറ്റാത്ത ഭാഗത്ത് നിൽക്കുക. അവർക്ക് ആവശ്യം അവരെ താല്പര്യം. ആ താല്പര്യമല്ല സിനിമ. ഇവിടെ വന്നിരിക്കുന്ന ആളുകളെല്ലാം നമ്മൾ നോക്കിക്കോ, നമ്മളെല്ലാം ഈ തമ്മിൽ ഇവിടെ വന്നിട്ട് ഒരു വല്ലാത്ത മാനസിക ബന്ധമല്ലേ, വൈകാരിക ബന്ധമല്ലേ. നമ്മൾ ചിലപ്പോൾ കണ്ട ആളുകളായിരിക്കില്ല, പക്ഷേ ഇവിടെ വരുമ്പോൾ നമ്മൾ സുഹൃത്തുക്കളായി മാറുന്നു. അങ്ങനെ ഒരു ബന്ധം നമ്മളെ നാട്ടിൽ വളർത്തിയെടുക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട ഉപാധിയാണ് ഈ കല. അതാ പറഞ്ഞ 20ാം നൂറ്റാണ്ട് ലോകത്തിന് സംഭാവന ചെയ്ത ഏറ്റവും വലിയ കലയാണ് ഈ സിനിമ. ആ സിനിമയെ ഇതുപോലെ താല്പര്യത്തിന് വേണ്ടി, അതും മനുഷ്യന് ഒരിക്കലും സ്വീകരിക്കാൻ പറ്റാത്ത ഒരു തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുന്ന ആരായിരുന്നാലും അതിനെതിർക്കും. ആ എതിർപ്പിൻ്റെ ഭാഗമാണ് ഞങ്ങളെല്ലാം. അത് തീർച്ചയായിട്ടും അത് നിലനിൽക്കും.